വചനമൊഴി മെയ് 4. വചനഭാഗം റോമ 11:11-16, ലൂക്കായുടെ സുവിശേഷം 7:1-10. സുവിശേഷത്തിൽ കാണുന്നത് ശതാധിപനായൊരു മനുഷ്യന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിന് യഹൂദ ശ്രേഷ്ഠന്മാർ ഈശോയുടെ പക്കൽ അപേക്ഷിക്കുന്നതും ഈശോ അവന്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്നതുമാണ്. എന്നാൽ ശതാധിപൻ ആളയച്ച് അവിടുത്തോട് പറഞ്ഞു, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. യഹൂദന്മാർ വിജാതിയുടെ ഭവനങ്ങളിൽ പ്രവേശിക്കുകയില്ലായിരുന്നു. അങ്ങനെ പ്രവേശിച്ചാൽ അവർ അശുദ്ധരായി കരുതിയിരുന്നു. ഈ മനോഭാവത്തെ മാറ്റുന്ന ഈശോയെയാണ് ഇവിടെ കാണുന്നത്. വിജാതീയനായ ശതാധിപന്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്ന ഈശോയെ നമുക്ക് കാണാം. ശതാധിപന്റെ വിശ്വാസത്തെ ഇസ്രായേല്യരുടെ ഇടയിലുള്ള വിശ്വാസത്തെക്കാൾ വലുതായി ഈശോ കാണുന്നു. അതിർവരമ്പുകളില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഈശോയെയാണ് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അവിടുന്ന് എല്ലാവരുടെയും ദൈവമാണ്, സകലർക്കും രക്ഷ നൽകുന്നവനാണ്. അവിടുന്നാണ് യഥാർത്ഥ വഴിയും സത്യവും ജീവനും. മിശിഹായിലൂടെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്. റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലും നാം ശ്രവിക്കുന്നത് ജനതകൾക്കുള്ള രക്ഷയെക്കുറിച്ചാണ്. യഹൂദർക്കും വിജാതിയർക്കും രക്ഷയ്ക്കുള്ള ഏകമാർഗം ഈശോ മിശിഹായാണ്. കാരണം അവിടുന്ന് സത്യദൈവം തന്നെയാണ്. മനുഷ്യരക്ഷയ്ക്കുള്ള ഏകമാർഗമായി മനുഷ്യനായി അവതരിച്ച ദൈവവചനമാണ്. ശതാധിപൻ കാണിച്ചു തരുന്ന വിശ്വാസത്തോടെ മിശിഹായെ സ്വീകരിച്ച് രക്ഷയുടെ മാർഗത്തിൽ ചരിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.